ഹലോ സുന്ദരിമണികളെ, എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ ഗുരുവായൂർ ഏകാദശിക്ക് പോവാ. ആണോ? അതെ, ഗുരുവായൂർ ഏകാദശി എങ്ങനെ എടുക്കണ്ടേ എന്നുള്ളതിന്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അത്ര നന്നായിട്ട് പറയാൻ അറിയില്ല. അപ്പൊ നമുക്ക് അറിയണ ആളെടുത്ത് ചോദിക്കാം. ഓക്കെ, അപ്പൊ അച്ഛമ്മ പറഞ്ഞോട്ടാ. ഓക്കെ, നമ്മളെ കൂതെടുക്കുന്നുണ്ട്. നമ്മളെ ഏകാദശി എടുക്കുമ്പോ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്? രാവിലെ എഴുന്നേറ്റ് വീടും പരിസരമൊക്കെ വൃത്തിയാക്കിയിട്ട് കുളിച്ചിട്ട് ഭക്ഷണം വയ്ക്കാൻ പാടുള്ളൂ. രാവിലെ ഏകാദശിയുടെ അന്ന് അരി ഭക്ഷണം കഴിക്കാൻ പാടില്ല. രാവിലെ ഉപ്മാവ്, ഉള്ളി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. ഉള്ളി പൊതുവെ ഉപയോഗിക്കില്ല എന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. ഉച്ചയ്ക്ക് ഗോതമ്പ് കഞ്ഞി, പുഴുക്കും ചേന എല്ലാം കൂടിയിട്ടുള്ള പുഴുക്ക് കഴിക്കും. രാത്രി അരി ഭക്ഷണം പാടില്ല. എല്ലാവരും പഴം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. അല്ലെങ്കിൽ അത്ര പറ്റാത്തവർക്ക് മറ്റുള്ള ഗോതമ്പിൻ്റെ, റവയുടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. പിന്നെ ഉച്ചയ്ക്ക് ഉറങ്ങാൻ പാടില്ല. അപ്പൊ ഞങ്ങള് ഗുരുവായൂർ പ്രദേശത്തുള്ള ആൾക്കാര് ഇങ്ങനത്തെ രീതിയിലാണ് സാധാരണ ഏകാദശി എടുക്കാറ്. ഇപ്പൊ വേറെ രീതിയിലൊക്കെ എടുക്കണവരുണ്ടാവും. ഞങ്ങൾക്ക് അറിയണത് ഇങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെയാണ് ഞങ്ങൾ എടുക്കാറ്. അമ്പലത്തിൽ പോയി തൊഴും, അത്ര തന്നെ. അപ്പൊ ഹാപ്പി ഏകാദശി. എല്ലാരും ഗുരുവായൂർ ഏകാദശി ഇങ്ങനെ നോലുമ്പൊക്കെ എടുത്ത് ഇരിക്കുകയാണ്. ഇനി നമ്മള് റൈഡുകൾ കാണാൻ പോണം, വിളക്ക് കാണണം, കൊറേ കാര്യങ്ങൾ ഉണ്ടാവും. അമ്പലത്തിൽ പോണില്ല? അമ്പലത്തിൽ നല്ല തിരക്കാവും. തിരക്ക് നോക്കിയിട്ട് തിരക്ക് അധികം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ കയറാം. ഇല്ലെങ്കിൽ നമുക്ക് പുറത്തൊക്കെ ചുറ്റി വിളക്കൊക്കെ കണ്ട് റൈഡിലൊക്കെ കേറി ബജ്ജിയൊക്കെ കഴിച്ച് പോരാ. അപ്പൊ നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങള് ഏകാദശി ഗ്രൗണ്ടിലേക്ക് എത്തി. നേരെ അമ്പലത്തേക്ക് പോവാന്നാ വിചാരിച്ചേ. പക്ഷെ ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് കണ്ടപ്പോ എല്ലാവർക്കും അങ്ങോട്ട് കയറണം എന്നൊരു കൊതി. അങ്ങനെ ചെന്ന് നോക്കുമ്പോ എന്നുള്ള അത്ര തിരക്കൊന്നും ഇല്ല കേട്ടോ. എന്തോ എക്സാം ഒക്കെ ആയതുകൊണ്ട് തോന്നുന്നു പിള്ളേരൊക്കെ കുറവാണ് അവിടെ. മറ്റേത് ഇവിടെ ഫുൾ ആൾക്കാരായിരിക്കും. അത് ഏകാദശിയുടെ ദിവസം പറയണ്ട. അതാ കണ്ട, റൈഡിലൊന്നും അധികം ആൾക്കാരില്ല. ഞങ്ങൾ പണ്ട് വരുമ്പോ ഒരു വലിയ ക്യൂ ആയിരിക്കും ഈ സമയത്തൊക്കെ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കടയുടെ അടുത്തൊക്കെ പോയി. കണ്ട നമ്മളിങ്ങനെ ഓരോന്നും ഇങ്ങനെ കണ്ടപ്പോൾ അത് വാങ്ങണം ഇത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. പക്ഷെ മെയിൻ ഉദ്ദേശം ഇതൊന്നും വാങ്ങലല്ല. ഇത് നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും എന്തിനാണ് ഞങ്ങൾ വന്നതെന്നുള്ളത്. ശരിക്കും ഇതൊക്കെ വെറുതെ നോക്കി നിൽക്കണതാണ്. ആ ചേട്ടൻ്റെ അടുത്ത് പോയി വെറുതെ വില ചോദിക്കുന്നു. ആ ചേട്ടൻ വില പറയുന്നു. ഞങ്ങൾ മാക്സിമം കുറയ്ക്കാൻ നോക്കുന്നു. വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ ചുറ്റിക്കറങ്ങി. അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണ്ട അമ്പലത്തേക്ക് പോകണം. പക്ഷെ ഞങ്ങൾക്ക് അമ്പലത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ആ റൈഡ് കാണുമ്പോൾ അങ്ങോട്ട് പോകണം, ഈ റൈഡ് കാണുമ്പോൾ ഇങ്ങോട്ട് പോകണം. ഈ ഒരു ഭാഗം എത്തുമ്പോൾ ഭയങ്കര മെമ്മറീസ് ആട്ടോ. കാരണം ഒരു സമയത്ത് നമുക്ക് ഈ വഞ്ചിയിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു. എല്ലാവർക്കും പേടിയായിരുന്നു. പിന്നെ ഏതോ ഒരു വട്ടം ഇതിൽ കയറി കഴിഞ്ഞപ്പോൾ കുറെ കോളിട്ടത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷെ ഇപ്പൊ അത് കാണുമ്പോൾ ഭയങ്കര സ്പെഷ്യലാ. അന്ന് നമുക്ക് പേടി ഉണ്ടായിരുന്ന പല സാധനം ഇപ്പൊ നമ്മള് ആ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിലും വേറൊരു രീതിയിൽ ഇപ്പൊ അതിനെ കാണുന്നു. പണ്ട് നമ്മള് മെഹന്തി ഇടണു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ റൈഡിൽ കയറുന്നു, ഇതൊക്കെയായിരുന്നു സ്പെഷ്യൽ ഫീലിംഗ്. പക്ഷെ അന്നത്തെ ആ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ഇപ്പൊ ഇല്ല. അന്ന് ഞങ്ങൾ ഇതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു. കാരണം ഞങ്ങൾക്ക് ഇതൊക്കെ വലിയ വലിയ ലോകം. എന്നപ്പോ ഇതൊക്കെ മാറി. അങ്ങനെ കപ്പലണ്ടി സെക്ഷനിലേക്ക് എത്തി ഞങ്ങൾ ലാസ്റ്റ്. നോക്കുമ്പോൾ കുറേ വെറൈറ്റി കപ്പലണ്ടി ഉണ്ട്. പക്ഷെ ഒന്നും ഒരു ചൂടില്ല. ഞങ്ങൾ ആ ഒരു ചൂട് കപ്പലണ്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്നിരുന്നത്. പക്ഷെ ഒന്നും ഒരു ചൂടില്ലാത്ത കപ്പലണ്ടി. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കണം. അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ നടയിലേക്ക് നടക്കുക. അപ്പം നടക്കണ വഴിയിൽ കുറേ കാഴ്ചകളുണ്ട്. സ്ഥിരമായി കാണുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങൾ. മുടിവാറ് വിൽക്കുന്നു, കുഞ്ഞി കുഞ്ഞി കടകൾ. നടക്കണ വഴിയിൽ നോക്കുമ്പോൾ ഇതാ ക്യൂ ആസ് യൂഷ്വൽ ഇവിടെ അതേപോലെ ഉണ്ട്. അതിൻ്റെ ഒരു അറ്റ എവിടെയാണെന്നാണ് ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ആൾക്കാരൊക്കെ എപ്പോഴാണ് തൊഴുതിങ്ങി ഇറങ്ങിണ്ടാവുക. ഞങ്ങൾ എന്നിട്ട് നടയുടെ അവിടെ വെച്ചിട്ട് തൊഴുതു. പിന്നെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് കണ്ടു. എന്നുള്ള പോലെ തന്നെയാണ് ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്. പക്ഷെ പൊതുവെ കൂടുതൽ കൃഷ്ണന്റെ രൂപങ്ങളാണ് LED കാണിക്കാറ്. പക്ഷെ ഇപ്രാവശ്യം അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരുന്നു. ഞങ്ങള് അവിടെയുള്ള മരത്തിന്റെ അവിടെ വിളക്ക് കത്തിച്ചു. ഇതാ കൃഷ്ണനെ കണ്ടില്ലേ,
ഈ ഒരു കൃഷ്ണൻ വളരെ സ്പെഷ്യലായിരുന്നു കേട്ടോ. സാധാരണ ഈ ഒരാൾ അവിടെ കാണാറില്ല ഞങ്ങൾ ചെല്ലുമ്പോൾ. പിന്നെ ഞങ്ങൾ തൊഴുത് കുളത്തിൻ്റെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ അതാ അവിടെ LED അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. പിന്നെ അതാ ഇപ്രാവശ്യം ഭയങ്കര സ്പെഷ്യലായിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. ഇങ്ങനെ കളേർഡ് ക്യാൻഡിൽസ് വെച്ചിട്ടൊരു രഥം പോലെ പല പല രൂപങ്ങൾ, ഗണപതി, ഭദ്രകാളി, സരസ്വതി, അങ്ങനെ പല പല രൂപങ്ങൾ വെച്ചിട്ടുള്ള രഥങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര കൊതി അതിലൊരെണ്ണത്തിൽ കത്തിക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ ഓരോന്നിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ്. പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ തിരിയായിട്ട് പോകുന്നുണ്ട് കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾക്കും കത്തിക്കണം എന്ന് പറഞ്ഞ് കുറേ നേരം അവിടെ നിന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് ആക്ച്വലി അവിടെ കൊല്ലത്ത് നിന്ന് ആരൊക്കെയോ കൊണ്ടുവന്ന് ചെയ്യുന്ന കാര്യങ്ങളാണിത്. ഇതവിടെ സ്ഥിരമായിട്ട് പൊതുവെ കാണാറില്ല. ഞങ്ങൾക്ക് ഫൈനലി അങ്ങനെ ഒരു തിരി കിട്ടി കത്തിക്കാൻ. ഇനി അതിന് കത്തിക്കാൻ വേണ്ടി നോക്കുമ്പോൾ എത്തണില്ല. അതായിരുന്നു ആദ്യത്തെ പ്രശ്നം. പിന്നെ ഇത് മുമ്പ് കത്തിച്ച് പരിചയമില്ലല്ലോ, അപ്പോൾ പിന്നെ കുറച്ചധികം കഷ്ടപ്പെട്ടു. പക്ഷെ കാണാൻ ഭയങ്കര രസമായിരുന്നു. നമുക്ക് ഗുരുവായൂരുള്ള ആൾക്കാർക്ക് ഈ ഒരു വട്ടത്തെ ഏകാദശി സ്പെഷ്യലാക്കിയത് ആ ഒരു രഥമായിരിക്കും. പിന്നെ അതാ തിരക്ക് കൂടി വരിക. ഈ ആൾക്കാരൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുന്നത് ഇവരെപ്പോൾ തൊഴാനാ എന്നുള്ള കാഴ്ചകളൊക്കെ അതുപോലെ തന്നെ ഉണ്ട് ഗുരുവായൂർ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തൊഴുത് തിരിച്ചിറങ്ങുമ്പോൾ ഞങ്ങളെ മെയിൻ ഉദ്ദേശം എവിടേക്കാണ്, അവിടേക്ക് ഉന്നം വെച്ചിട്ടാണ് നടന്നിരുന്നത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഗ്രൗണ്ടിൻ്റെ അവിടേക്ക് എത്തി. ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ നമ്മളുടെ മെയിൻ ഉദ്ദേശം എവിടേക്കാ, അവിടേക്ക് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇനി ഇവിടെ ഒരു റഷാണ്. എന്താ വേണ്ടേ, ലിസ്റ്റ് എടുക്കുക, ടോക്കൺ എടുക്കുക, പറയാം. ചെറുപ്പം തൊട്ടേ ഞങ്ങളെല്ലാവരും ഈ കോളിഫ്ലവർ ഫ്രൈഡ് അഡിക്റ്റാണ്. പിന്നെ നമ്മളിതാ നോക്കുമ്പോൾ ഇപ്പോൾ ഇരുട്ടായപ്പോൾ ഈ റൈഡിലൊക്കെ നിറച്ച് ലൈറ്റ്സ് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ കടകളൊക്കെ ഫുൾ ഓണായി, എല്ലായിടത്തും ഫുൾ ഓണായി, ആൾക്കാർ കൂടുതലായി തുടങ്ങി. പിന്നെ ഇതാ കുഞ്ഞു കുട്ടികൾക്ക് കയറാനുള്ള പല പല റൈഡ്സും കംപ്ലീറ്റ് ആയി, ഫിൽഡായി തുടങ്ങി. പക്ഷെ ഇന്നുള്ള അത്ര പിള്ളേരില്ല കേട്ടോ, എക്സാം ആയതുകൊണ്ടാണെന്നാണ് തോന്നുന്നത്. പിന്നെ എന്നും വഞ്ചിയിൽ നിന്ന് ഓടിടുന്ന ശബ്ദം അതേപോലെ തന്നെ കേൾക്കുന്നുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ അധികം റൈഡ്സിലൊന്നും കയറിയിട്ടില്ല, കാരണം ഞങ്ങളെല്ലാവരും ഇല്ല. എല്ലാവരും കൂടെ റൈഡ്സിൽ കയറുമ്പോഴാണ് രസം. പിന്നെ ഇതാ ഈ പിള്ളേരുടെ സെക്ഷനൊക്കെ അതുപോലൊക്കെ തന്നെ ഉണ്ട്. ഇടയ്ക്ക് തോന്നും ഇതിൽ കയറി ചാടിക്കളിക്കാൻ. എനിക്ക് തോന്നുന്നു ഞങ്ങൾ 1-2 വട്ടം ആകെ ചാടിക്കളിച്ചിട്ടുള്ളൂ. പിന്നെ വലുതായതിനു ശേഷം അതിൽ കയറിയില്ല. പിന്നെ ഈ മരണക്കിണർ അതത്ര സുഖമല്ല, അതിൽ ഞങ്ങൾ കയറിയേ ഇല്ല. അത് കാണുമ്പോൾ ഭയങ്കര ടെൻഷനാണേ. അത് കാണുമ്പോൾ അങ്ങോട്ട് കയറണ്ടാന്ന് തോന്നുന്നു. പിന്നെ ഈ തിരക്കും എല്ലാം കൂടെ കാണുമ്പോൾ പണ്ടത്തെ എക്സൈറ്റ്മെന്റേ ഇല്ലാന്ന് തോന്നുന്നു ഇപ്പോൾ. അപ്പൊ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, പക്ഷെ അതിൽ കയറണം എന്നൊന്നൊരു നിർബന്ധമില്ല. യന്ത്രൂഞ്ഞാൽ ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ അവിടുത്തെ ക്യൂ കാണുമ്പോൾ അതിൽ കയറാൻ കുറേ ആൾക്കാർ ക്യൂ നിൽക്കണം, അപ്പൊ കയറണ്ടാ തോന്നുന്നു. ഞങ്ങൾ പോരാൻ നിൽക്കുന്ന നേരത്താണ് ഞങ്ങൾ ഒരു സ്പെഷ്യൽ ചേട്ടനെ കണ്ടത്. ചേട്ടൻ ഞങ്ങൾക്ക് ബബിൾസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി തരുന്നുണ്ടായിരുന്നു. ആദ്യം തരുമ്പോൾ അത് ശരിയാവുണ്ടായിരുന്നില്ല, പാവം. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി അതൊക്കെ ശരിയാക്കി തന്നു. ആൾക്ക് ഞങ്ങളിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കുഞ്ഞു പിള്ളേരെ പോലെ അവിടെ നിൽക്കുന്നത് കണ്ടിട്ടാണ് തോന്നുന്നത്. ആള് പിന്നെ ഞങ്ങളെ കൂടെ നിന്നതൊക്കെ ചെയ്ത് തന്നിട്ട് ലാസ്റ്റ് ആ ചേട്ടൻ്റെ അടുത്ത് ടാറ്റൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ട് ബൈ ഒക്കെ പറഞ്ഞ് പോന്നു.